ഇനി ഹിമാചൽ പ്രദേശിലെ കാര്യങ്ങൾ പരിശോധിക്കാം. ഹിമാലയൻ സൗന്ദര്യം കൊണ്ട് പേരുകേട്ട ഈ സംസ്ഥാനം ഇന്ന് കടക്കണിയിലാണ്. കർണാടകം പോലെ വരുമാനമുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല ഹിമാചൽ. വരുമാന സ്രോതസ്സുകളും വളരെ കുറവാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപയും 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് സർക്കാർ പഴയ പെൻഷൻ പദ്ധതി കൂടി നടപ്പിലാക്കിയതോടെ സംസ്ഥാനം മൊത്തത്തിൽ സാമ്പത്തിക തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ അധികാരമേൽക്കുമ്പോൾ 75,000 കോടി രൂപയുടെ കടബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടായിരുന്നത്. പുതിയ സൗജന്യ പദ്ധതികൾക്കായി 2 വർഷത്തിനിടെ 27,000 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ കടമെടുത്തു. 2024 സെപ്റ്റംബറിൽ ശമ്പളം വൈകുന്ന സാഹചര്യം ഉണ്ടാവുകയും മന്ത്രിമാർ 2 മാസത്തെ ശമ്പളം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ഹിമാചലിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഗ്യാരണ്ടി പദ്ധതികൾ വെട്ടിക്കുറക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യേണ്ടുന്ന നിലയിൽ നിർബന്ധിതരായിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ. സൗജന്യങ്ങൾക്കായി ചെലവഴിച്ച തുക കൃഷി, ടൂറിസം പോലുള്ള മേഖലകളിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞേനെ. എന്നാൽ സൗജന്യം നൽകി അധികാരം നേടുക എന്ന അജണ്ടയിൽ മാത്രമാണ് കോൺഗ്രസ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇനി തെലങ്കാനയിലേക്ക് വരാം. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയത് 6 ഗ്യാരണ്ടികളാണ്. ഇത് സംസ്ഥാനത്തിന്റെ കടബാധ്യത വൻതോതിൽ വർദ്ധിപ്പിച്ചു. കടം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 48% അടുക്കുകയാണ്. നികുതി വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സൗജന്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് വ്യവസായ കാർഷിക വളർച്ചയെ മുരടിപ്പിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുകയും ഭാവിയിലെ വികസന സാധ്യതകൾ ഇല്ലാതാക്കുകയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയും ചെയ്യുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.